നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആയിട്ടാണ്. ഒരു വെജിറ്റേറിയൻ കറി, അതായത് വെണ്ടയ്ക്ക കറി. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ഒഴിച്ചുകറി റെസിപ്പീസ് കുറച്ചും കൂടി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, നമ്മുടെ തൃശ്ശൂർ മീൻകറിയുടെ പോലെ തന്നെ വെജിറ്റേറിയൻ വേർഷൻ. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, അതേസമയം ടേസ്റ്റോ ഗംഭീരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ പോലും നമ്മുടെ കറി കളർഫുൾ ആണ് കേട്ടോ, അതിനൊരു സംശയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള സ്നാക്സ് ഐറ്റംസ്, അതായത് സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വെജിറ്റബിൾ ലോലിപോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, പക്ഷേ ഒരുപാട് പേര് അത് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് വീണ്ടും വീണ്ടും അതുപോലത്തുള്ള റെസിപ്പീസ് ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് വെണ്ടയ്ക്കക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 12ഓളം ഇളയ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ പിഞ്ച് വെണ്ടയ്ക്കാണ് ഏറ്റവും നല്ലത്, അതായത് കടഭാഗം ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒടിയുന്ന രീതിയിലുള്ള വെണ്ടയ്ക്ക, അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കട്ടിയായിട്ട് കിടക്കും മൂത്ത വെണ്ടയ്ക്കാണെങ്കിൽ. അപ്പോൾ അത് നോക്കി എടുക്കുക. എന്നിട്ട് ഞാനിവിടെ വെണ്ടയ്ക്കയുടെ തലയും വാലും മാത്രം കളഞ്ഞിട്ട് എടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണ് നീളത്തിൽ അരിയുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞോളൂ കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ വെണ്ടയ്ക്ക് വാട്ടിയെടുക്കാൻ വേണ്ടി നമുക്കൊരു കടായി വെക്കുക. അപ്പം നിങ്ങളുടെ അടുത്ത് മീനിൻ്റെ കല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കിയായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഈ പാത്രത്തിൽ ഉണ്ടാക്കണമെന്ന് മാത്രം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അഥവാ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഒലിവ് ഓയിലൊന്നും ചേർക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഓൾറെഡി വാഷ് ചെയ്ത് നന്നായി തുടച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണിത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾക്ക് ഇനി ഇത് ശരിക്കും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഉടഞ്ഞു പോകാതിരിക്കാനും ഈ വാട്ടിയെടുക്കുന്നത് സഹായിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഈ വെണ്ടയ്ക്ക മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കുക. ഓക്കെ, വെണ്ടയ്ക്ക വാടി വന്നിട്ടുണ്ട്. നമുക്കിനി തീ കുറയ്ക്കാം. ചെറിയ തീയിലാക്കിയതിന് ശേഷം നമുക്കതിലോട്ട് 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇട്ട് കൊടുത്താലും മതി, നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1.25 ടീസ്പൂണൊക്കെ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ഒരു 2 വലിയ ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി. ഒരു കുടംപുളി വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുടംപുളി അത് 2 കഷ്ണമാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ശേഷം തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് വെള്ളം വറ്റിച്ച് കളയണം. ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം അവസാനമായിട്ട്. സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ തന്നെ നാളികേരപ്പാൽ ചേർക്കാറുണ്ട് പതിവ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈമ്പാലല്ല ചേർക്കുന്നത്, മൊത്തത്തിൽ 1 ഗ്ലാസ് നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കും. പക്ഷേ ഈ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പം നാളികേരപ്പാൽ പിരിഞ്ഞു പോകണമെന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ അവസാനമാണ് നാളികേരപ്പാൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അവസാനം ചേർക്കുന്ന നാളികേരപ്പാൽ എപ്പോഴും തൈമ്പാൽ, അതായത് നല്ല തിക്കായിട്ടുള്ള പാലാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്യാം, മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം. ഓക്കെ, ഒരു 5 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഞാൻ തുറന്നിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക് കുക്കായൊന്ന് ഞാൻ നോക്കട്ടെ. വെണ്ടയ്ക്ക് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കുടംപുളിക്ക് പകരമായിട്ട് ചിലവർ ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് വാളാമ്പുളി, അതായത് കോൽപ്പുളി എന്ന് പറയില്ലേ, സാമ്പാർ പുളി ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഈ കുടംപുളി തന്നെയാണ്. ഈ കറിക്ക് കുറച്ചും കൂടെ നമ്മുടെ തൃശ്ശൂർ മീൻ കറിയുടെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ കുടംപുളിയാണ് നല്ലത്. കുടംപുളി ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് കോൽപ്പുളി ഉപയോഗിച്ചിട്ടും സെയിം റെസിപ്പി തന്നെ തയ്യാറാക്കാം.
ഇപ്പോൾ നാളികേരപ്പാൽ നമുക്ക് ഫ്രഷ് നാളികേരപ്പാലാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ടിൻഡ് കോക്കനട്ട് മിൽക്ക് നമുക്ക് ഉപയോഗിക്കാം. അതാണെങ്കിലും ഈ പറഞ്ഞ പോലെ 1/2 ഗ്ലാസ് കട്ട് ചെയ്തിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ. ഇപ്പോൾ കുടംപുളിയൊക്കെ ഞാൻ എപ്പോഴും നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കുടംപുളിയാണെന്നുണ്ടെങ്കിൽ കുടംപുളി നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനൊരു കയ്പ്പ് രസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ 1/2 ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് വറ്റണം. നിങ്ങളിപ്പോൾ തിരക്കിലാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്, ആദ്യമേ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ പിന്നെ കുറച്ച് നേരം തിളപ്പിച്ചാൽ മതി. തിളപ്പിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചച്ചൊവ്വയൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര നേരം തിളപ്പിക്കുന്നത്. വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, അതെപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കിനി ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കയ്യിലിടണ്ട. കയ്യിലിട്ട് കഴിഞ്ഞാൽ മീനിൻ്റെ കഷ്ണങ്ങളെ പോലെ ഇത് ഉടഞ്ഞൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ വെണ്ടയ്ക്ക നീളത്തിലാണ് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാലും പിന്നെ ചുറ്റിക്കായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ലൈറ്റായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ചുറ്റിച്ചുകൊണ്ടിരുന്നാലും പിരിയൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാലാണ് പിരിയുമെന്നുള്ളൊരു ടെൻഷൻ വരിക. ഇത് മതിയാവും. നമുക്ക് അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി അപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കാം. നമുക്കിതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടി കണ്ടിട്ട് ഒരു സോസ് പാൻ വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും നോമ്പ് എടുക്കില്ലേ, അപ്പോൾ വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രമല്ലേ കഴിക്കില്ല. അപ്പോൾ നമുക്ക് വായിക്കുന്നു രുചിയായിട്ട്, അതായത് പുളിയും എരിവും ഒക്കെ ഉള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കാം. തൃശ്ശൂർ മീൻകറി തന്നെ, അത് മെയിനിന് പകരം വെണ്ടയ്ക്ക കിട്ടുന്നത് മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ തൃശ്ശൂർ മീൻകറി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ രുചി നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു സംശയമില്ലാണ്ട് നിങ്ങൾക്ക് ഈ കറി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഒരു 3 ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ ചെറിയുള്ളിയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് എമൗണ്ട് കൂടുതലാന്ന് തോന്നും. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ചെറിയുള്ളി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉലുവയുടെ ടേസ്റ്റ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉലുവ പൊട്ടിച്ചിടാം കേട്ടോ. പക്ഷേ നമ്മൾ തൃശ്ശൂർ മീൻകറിയിൽ ഉലുവ ചേർക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഉലുവ ചേർക്കുന്നില്ല. പക്ഷേ ചിലർക്ക് ഉലുവയുടെ സ്മെല്ല് നല്ല ഇഷ്ടമുണ്ടാവും. അങ്ങനെ വെച്ചാൽ ഉലുവ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് കറിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളി കാച്ചി ഒഴിക്കുന്ന പോർഷൻ മിസ് ചെയ്യരുത് കേട്ടോ, കാരണം ചെറിയുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും നമ്മുടെ കറിക്ക്. അപ്പോൾ ചെറിയുള്ളി അവൈലബിൾ അല്ലെങ്കിൽ കടുകും ഉലുവയും വറ്റൽമുളകും പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിപ്പോൾ മീൻകറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, കാരണം ആ പുളിയൊക്കെ നന്നായി ഇറങ്ങണം. അപ്പോൾ പുളി നമുക്ക് കുറവ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പുളി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മീൻകറിയിൽ ഇടുന്ന സെയിം ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും അളവ് നല്ലോണം വ്യത്യാസമുണ്ട്. കാരണം മീനിൽ പിടിക്കുന്ന പോലെ ആവശ്യമില്ല, നമ്മൾ വെണ്ടയ്ക്കയാണ് ഇത് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വളരെ കുറയ്ക്കണം. അപ്പോൾ പുളിയാണെങ്കിൽ ഒരുപാടൊന്നും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ മുളക് പൊടി ആണെങ്കിലും ശ്രദ്ധിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി വയ്ക്കുക, ഉച്ചയ്ക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കി വയ്ക്കുക, പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാം. ഇതാ നമ്മുടെ ഉള്ളിക്ക് ബ്രൗൺ കളർ ആയിട്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മീൻകറി അല്ലെന്ന് ആരെങ്കിലും പറയുമോ അല്ലേ? രുചിയിൽ അതുപോലെ തന്നെ അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ രുചിയൊന്ന് നോക്കട്ടെ. എണ്ണ ഒന്ന് ഇങ്ങനെ ഇതേപോലെ തെളിഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക, അതുപോലെ തന്നെ കാഴ്ചയ്ക്കും നന്നായിട്ടുണ്ടാവുള്ളൂ, മീൻകറി ലുക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര എണ്ണ ഉപയോഗിച്ചത്. ഇപ്പോൾ എണ്ണ താല്പര്യമില്ലെങ്കിൽ അതിനനുസരിച്ച് എണ്ണയുടെ എമൗണ്ട് കുറയ്ക്കാം. ഓക്കെ. അരെ വാ, എല്ലാം പെർഫെക്റ്റാണ്. ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള ചാറാണ്, അതേസമയം ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റും അല്ല, അതേപോലത്തെ ചാറാണ്. പിന്നെ നിങ്ങൾ ഈ കറിയുടെ കളർ കണ്ട് പേടിക്കരുത്, കാരണം ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ള കാരണമാണ് ഈ കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി പാടെ ഒഴിവാക്കാം. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ കറിയിൽ ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല പുളി ഉണ്ടെന്ന് വിചാരിക്കുക, അതേസമയം കുറേ കൂടെ നേരം ഇരിക്കുമ്പോൾ ചിലപ്പോൾ പുളി കൂടാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുളി ഉള്ള കറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുടംപുളി എടുത്ത് മാറ്റി വയ്ക്കാം. കാരണം ഇരിക്കും തോറും നമ്മുടെ കറിയിലോട്ട് ആ പുളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇറങ്ങി വരും. അതിപ്പോൾ മീൻകറി ആണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക കറി തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.